2018 അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? ദീനബന്ധു മിത്ര. ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? ദീനബന്ധു മിത്ര. റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2012 നവംബർ 1. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2012 നവംബർ 1. 1907 സെപ്റ്റംബർ 27 ലയൽപൂർ ജില്ലയിലെ ബംഗ, ഇപ്പോൾ പാകിസ്ഥാനിൽ, എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആര്? ഭഗത് സിംഗ്. 1907 സെപ്റ്റംബർ 27 ലയൽപൂർ ജില്ലയിലെ ബംഗ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആര്? ഭഗത് സിംഗ്. സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത. സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം. സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത. സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ്? CV രാമൻ. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ്? CV രാമൻ. വിവരാവകാശ നിയമപ്രകാരം 2005 വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്ര? 10 രൂപ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്ര? 10 രൂപ. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? കേരളത്തിലെ പ്രധാന കയർ ഉൽപാദന കേന്ദ്രം. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? കേരളത്തിലെ പ്രധാന കയർ ഉൽപാദന കേന്ദ്രം. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമേത്? വയനാട്. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമേത്? വയനാട്. തുഞ്ചത്തിലെ എഴുത്തച്ഛൻ മലയാള സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? മലപ്പുറം. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? മലപ്പുറം. നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആര്? യോഗി ആദിത്യനാഥ്. നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആര്? യോഗി ആദിത്യനാഥ്. 2016 വയലാർ അവാർഡ് നേടിയ UK കുമാരൻ്റെ തച്ചൻ കുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? നോവൽ. 2016 വയലാർ അവാർഡ് നേടിയ UK കുമാരൻ്റെ തച്ചൻ കുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? നോവൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആര്? അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആര്? അന്റോണിയോ ഗുട്ടറസ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? 5. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? 5. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. എക്സ് ഒഫീഷ്യോ മെമ്പർമാരായ വ്യക്തികളാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? 2000. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം 2000. ഭാരതീയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നു വന്ന മുദ്ര ബാങ്കിൻ്റെ ലക്ഷ്യം? ചെറുകിട വായ്പ നൽകൽ. ബാങ്കിംഗ് രംഗത്തേക്ക് പുതുതായി കടന്നു വന്ന മുദ്ര ബാങ്കിൻ്റെ ലക്ഷ്യം ചെറുകിട വായ്പ നൽകൽ.
മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമേത്? ഭാഗം 3. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമേത്? ഭാഗം 3. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഡൽഹി സുൽത്താനേറ്റ് ഭരണത്തിൽ കമ്പോള പരിഷ്കരണം നടപ്പാക്കിയ ഭരണാധികാരി? അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനേറ്റ് ഭരണത്തിൽ കമ്പോള പരിഷ്കരണം നടത്തിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത്? ശാർംഗക ദേവൻ. സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചത് ശാർംഗക ദേവൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യമേത്? ശ്രീലങ്ക. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യമാണ് ശ്രീലങ്ക. കേരളത്തിലെ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷമേത്? 1924. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം 1924. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏത്? ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കാവുന്ന മുൻകരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്നുള്ള മാറ്റം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളേവ? സിക്കിമിനെയും ടിബറ്റിനെയും. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളേവ? സിക്കിം, ടിബറ്റ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ പെടാത്തതേത്? കൽക്കരി. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് കൽക്കരി. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് വേലിയോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം. പാരമ്പര്യേതര ഊർജത്തിനുള്ള ഉദാഹരണങ്ങളാണ് വേലിയോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഗംഗാ നദിയിൽ. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഗംഗാ നദിയിൽ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖമാണ് വിശാഖപട്ടണം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖമാണ് വിശാഖപട്ടണം. അലോഹധാതുവിന് ഉദാഹരണമേത്? പെട്രോളിയം. അലോഹധാതുവിന് ഉദാഹരണം പെട്രോളിയം. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി? ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ലിട്ടൺ പ്രഭു. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര്? ബീഗം ഹസ്രത്ത് മഹൽ. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏത്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. സിന്ധു നദിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നു, ജലം ഒരു പോഷക നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൊത്തം കൃഷിഭൂമിയുടെ 75% കൃഷി ചെയ്യുന്നത്? ഭക്ഷ്യവിള. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൊത്തം കൃഷിഭൂമിയുടെ 75% കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിള. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? സിട്രിക് ആസിഡ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ബാക്ടീരിയ. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് KP കറുപ്പൻ. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? ചേറ്റൂർ ശങ്കരൻ നായർ.
ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആര്? കുമാരനാശാൻ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന്, ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? 1936. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി ആര്? MT വാസുദേവൻ നായർ. 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി ആര്? MT വാസുദേവൻ നായർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം 6. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം 6. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്ക്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? റാണി ഗൗരി പാർവതിബായി. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? റാണി ഗൗരി പാർവതിബായി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വെമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വെമ്പനാട് കായൽ. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയതാര്? MN റോയ്. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് MN റോയ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആര്? മഞ്ജു വാര്യർ. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യർ. തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗം വരയാട്. തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ദേശീയ മൃഗം വരയാട്. 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതി ഏത്? ICDS. 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതി ഏത്? ICDS. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ആസാം, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ആസാം, അരുണാചൽ പ്രദേശ്.